സംസ്ഥാന മന്ത്രിസഭാ യോഗം നാളെ രാവിലെ 9:30 ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സിംഗപ്പൂരിൽ നിന്നും ഓൺലൈനായി പങ്കെടുക്കും. വിദേശയാത്രയെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച യോഗം ചേർന്നിരുന്നില്ല. ഇവരുമായി MK വിനോദ് ചേരുകയാണ്. വിനോദ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുഖ്യമന്ത്രി വിദേശത്താണ്. കഴിഞ്ഞ ദിവസം ഒരു യോഗം വിളിച്ചു ചേർത്തെങ്കിലും അന്ന് നടന്നിരുന്നില്ല. ഇപ്പോൾ നാളെ രാവിലെ 9:30 യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. സാധാരണയുള്ള ഒരു യോഗ നടപടികൾ എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാമെങ്കിലും അതിലുപരി സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ഈ സംസ്ഥാനം കടന്നു പോകുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ അടക്കം ഈ വിദേശ യാത്ര എന്നുള്ള വിമർശനം കൂടിയുണ്ട്. ഒപ്പം KSRTCയിലടക്കം ശമ്പളം പോലും കിട്ടാതെ ജനങ്ങൾ വിഷമിക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ യോഗത്തിൽ ഒപ്പം എന്തൊക്കെ വിഷയങ്ങളായിരിക്കാം പ്രധാനമായും നാളത്തെ യോഗത്തിൽ ചർച്ച ചെയ്യാനും സാധ്യതയും? തീർച്ചയായും KP, നമുക്കറിയാം മുഖ്യമന്ത്രി വിദേശയാത്ര ആയതിനാൽ കഴിഞ്ഞ ആഴ്ച നടക്കേണ്ടിയിരുന്ന ക്യാബിനറ്റ് യോഗം നടന്നിരുന്നില്ല. ഓൺലൈനായി തന്നെ യോഗം കൂടാനായിരുന്നു തീരുമാനം. പക്ഷേ കഴിഞ്ഞ ആഴ്ച മീറ്റിംഗ് നടന്നില്ല, യോഗം നടന്നില്ല. അതുകൊണ്ട് നാളെ രാവിലെ 9:30 ഓൺലൈനായി മുഖ്യമന്ത്രി വിദേശത്ത് നിന്നും വിളിച്ചിട്ടുണ്ട്, മന്ത്രിസഭാ യോഗം വിളിച്ചിട്ടുണ്ട്. മറ്റു മന്ത്രിമാരും പങ്കെടുക്കുമെന്നാണ് നമ്മൾ അറിയുന്നത്. വിദേശയാത്രയിലായിട്ടുള്ള ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നാളെ തിരിച്ചെത്തുന്നു. അതുകൊണ്ട് അദ്ദേഹം ഓൺലൈൻ യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ KP സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം അത് വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും KSRTC അവിടെ ശമ്പളം ലഭിക്കാത്ത വിഷയത്തിൽ എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പ് അല്ലെങ്കിൽ 10-ാം തീയതിക്ക് മുമ്പ് ശമ്പളം നൽകും എന്നൊക്കെ പറഞ്ഞിട്ടും അത് നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ ജീവനക്കാർ സമരം നടത്തുന്ന സാഹചര്യമുണ്ടായി. അതുമാത്രമല്ല, ഭരണ പരിഷ്കരണത്തിൽ, അതായത് സർവീസ് ചട്ടങ്ങളിൽ ചില ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള, പ്രത്യേകിച്ചും ആശ്രിത നിയമനം പോലെയുള്ള കാര്യങ്ങളിൽ ചില ഭേദഗതിയും പുതിയ തീരുമാനങ്ങളുമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായി ഇടതുപക്ഷ സംഘടനകൾ അടക്കം അതിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഇന്ന് ഉടലെടുത്തിട്ടുള്ള ഒരു മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് മിൽമയിലെ സമരമാണ്. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ, കേരളത്തിലെ പ്രധാനപ്പെട്ട ഗ്രാമപ്രദേശങ്ങളിൽ പാലെത്തിക്കുന്ന പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ സംവിധാനമാണ്, സഹകരണ മേഖലയാണ് മിൽമ. ആ മിൽമയിൽ പോലും പണിമുടക്ക് വരികയാണ്, മിന്നൽ പണിമുടക്ക് വരികയാണ്. അതുകൊണ്ട് തുടർ ദിവസങ്ങളിൽ പാൽ വിതരണം പോലും തടസ്സപ്പെടാനുള്ള സാഹചര്യമുണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി കുടുംബസമേതം ഉല്ലാസയാത്രയ്ക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം 22-ാം തീയതിയെ മടങ്ങിയെത്തുകയുള്ളൂ. എന്തായാലും ഓൺലൈൻ യോഗം നാളെ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ചയ്ക്ക് വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിനോദ്, അത് തന്നെയാണ്. കാരണം ഒരു മുഖ്യമന്ത്രി വിദേശയാത്ര പോകുന്നു, ദിവസങ്ങളോളം വിദേശയാത്ര ചെയ്യുന്നു. അവിടെ മുഖ്യമന്ത്രിയുടെ ആ ഒരു ചുമതല മറ്റൊരാൾക്കും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ ചർച്ചാ വിഷയമാകുന്നത്. കാരണം പല പ്രതിസന്ധികളിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോൾ മുഖ്യമന്ത്രിയും കുടുംബവും വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തുകയാണ്. അത്തരത്തിലുള്ള ഒരു സന്ദർശനം നടത്തുമ്പോഴാണ് വിനോദ് അടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ തരത്തിലും ഈ സഹകരണ പ്രസ്ഥാനത്തിലെ ആൾക്കാർ പോലും സമരരംഗത്തേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കാരണം മറ്റ് ഗതിയില്ലാതെയാണ് അവർ സമരരംഗത്തേക്ക് നിൽക്കുന്നത്. KSRTC ജീവനക്കാർ, അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം ഏത് തരത്തിലായി കഴിഞ്ഞാലും പ്രതിസന്ധി സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വരിഞ്ഞ് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ട്രഷറി നിയന്ത്രണമടക്കമുണ്ടാകുന്നു. അതേ സമയത്താണ് ഇത്തരത്തിൽ എന്തിന് ഈ ഒരു സമയത്ത് ഇങ്ങനെയൊരു യാത്ര എന്ന ചോദ്യം വരുന്നത്. ഒപ്പം ഈ യാത്ര സ്പോൺസർ ചെയ്യുന്നത് ആര്? ഖജനാവിലെ പണം ഉപയോഗിച്ചാണോ? വ്യക്തിപരമായ യാത്രയാണെങ്കിൽ അത് ആരാണ് ഇതിനെ പണം മുടക്കുന്നത് എന്ന ചോദ്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ പ്രസക്തമാകുന്നുണ്ടല്ലേ? തീർച്ചയായും മാധ്യമങ്ങളിലും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രതിപക്ഷങ്ങളും ഒക്കെ തന്നെ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുമ്പോൾ ആരാണ് ഈ യാത്രയുടെ സ്പോൺസർ? ആരുടെ പണച്ചെലവിലാണ് അദ്ദേഹം കുടുംബസമേതം യാത്ര നടത്തുന്നത്? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ടെങ്കിലും പാർട്ടി കേന്ദ്രങ്ങളോ പാർട്ടി സെക്രട്ടറിയോ ഒന്നും ഇതിന് കൃത്യമായ മറുപടി പറയുന്നില്ല. അതൊക്കെ മുഖ്യമന്ത്രി സ്വന്തം ചെലവിലാണ് യാത്ര നടത്തുന്നത് എന്ന് പറയുന്നു. അതുമാത്രമല്ല, എല്ലാ മേഖലയിലും എല്ലാ വകുപ്പിലും പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. ഇപ്പോൾ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായി. എന്തായാലും അത് വേനൽ മഴ ശക്തമായതോടുകൂടി ആ ഒരു പ്രതിസന്ധിക്ക് ചെറിയ അയവ് വന്നിട്ടുണ്ട് എന്നുള്ളത് ആശ്വസിക്കാം. പക്ഷേ ഗതാഗത രംഗത്തെ പരിഷ്കാരങ്ങൾ, ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം പാടുന്നു. അവിടെ സമരങ്ങളെല്ലാം വരുന്നു. അതുമാത്രമല്ല, സിവിൽ സപ്ലൈസിൽ വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു. പഞ്ചസാര അടക്കമുള്ള സാധനങ്ങൾ, അവശ്യ സാധനങ്ങൾ സിവിൽ സപ്ലൈസിൻ്റെ മാവേലി സ്റ്റോറുകളിലില്ല.
അതുകൊണ്ട് ആ മേഖലയിലുള്ളവരും നാളെയും മറ്റന്നാളുമൊക്കെ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് സമരം നടത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ എല്ലാ മേഖലയിലും പ്രതിസന്ധി നിലനിൽക്കുകയാണ്. ഇതൊക്കെ മറികടക്കാനുള്ള സാമ്പത്തികം സർക്കാരിൻ്റെ കയ്യിലില്ല. സ്കൂളുകൾ തുറക്കാൻ പോകുന്നു. ജൂൺ 3-ന് പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. ആ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ കഴിഞ്ഞ വർഷം നൽകിയ സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾക്ക് നൽകിയ യൂണിഫോമിൻ്റെ പൈസ പോലും സർക്കാർ കൊടുത്തിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയാണ് അത് കൊടുക്കാനുള്ളത്. പ്രഥമാധ്യാപകരും ആ സ്കൂളിലെ അധ്യാപകരും ഒക്കെ കയ്യിൽ നിന്ന് പണം മുടക്കിയിട്ടാണ് കുട്ടികൾക്ക് യൂണിഫോം വാങ്ങിക്കൊടുത്തത്. അതിന് പൈസ കൊടുത്തിട്ടില്ല. അതുമാത്രമല്ല, നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു, NCC കേഡറ്റുകളുടെ പരിശീലനത്തിന് അധ്യാപകർ, അതായത് NCC ഓഫീസർമാരായി വരുന്ന സ്കൂളുകളിലെ അധ്യാപകരാണ്. അവർ സ്കൂളിൽ ഒരു വർഷം പരിശീലനം നടത്തിയതിന് ആഹാരം വാങ്ങിക്കൊടുത്ത വകയിൽ 3 ലക്ഷത്തോളം രൂപ കടബാധ്യതയുള്ള അധ്യാപകർ ഈ സംസ്ഥാനത്തുണ്ട്. അവരുടെ പൈസ കൊടുത്തിട്ടില്ല, പണം കൊടുത്തിട്ടില്ല. അത് കേന്ദ്രവും സംസ്ഥാനവും 50% വീതമാണ് അതിൻ്റെ തുക വിനിയോഗിക്കുന്നത്. അതിൻ്റെ പണം കൊടുക്കാൻ പോലും സർക്കാരിൻ്റെ കയ്യിൽ പൈസയില്ല. അപ്പോഴാണ് മുഖ്യമന്ത്രിയും കുടുംബവും എല്ലാം ഉല്ലാസയാത്ര നടത്തുന്നത്. മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽപ്പെട്ട അവരെല്ലാം ഉല്ലാസയാത്രയ്ക്ക് പോയിരിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലാണ് ഇത്തരം വിമർശനങ്ങൾ ഉയരുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. അതുമാത്രമല്ല, ധനകാര്യമന്ത്രി KN ബാലഗോപാൽ, അദ്ദേഹം ചികിത്സാർത്ഥം അദ്ദേഹം ആശുപത്രിയിലായിട്ടുണ്ട്. അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം നാളത്തെ യോഗത്തിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. ശരി, സംസ്ഥാന മന്ത്രിസഭാ യോഗമാണ് നാളെ ചേരുന്നത്. രാവിലെ 9:30 ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സിംഗപ്പൂരിൽ നിന്നും ഓൺലൈനായി പങ്കെടുക്കും. വിശദാംശങ്ങളാണ് MK വിനോദ് നൽകിയത്.